5 പേർ ഒരു വട്ടമേശയുടെ ചുറ്റുമിരിക്കുന്നു. എയുടെ വലതുവശത്ത് രണ്ടാമതായി ബിയും ബിയുടെ ഇടതുവശത്ത് മൂന്നാമതായി സിയും സിയുടെ വലതുവശത്ത് രണ്ടാമതായി ഡിയും ഡിയുടെ വലതുവശത്ത് രണ്ടാമതായി ഇയും ഇരിക്കുന്നു. എങ്കിൽ എയുടെയും ബിയുടെയും ഇടയിലിരിക്കുന്നത് ആര്? നമുക്കറിയാം, തന്നിരിക്കുന്ന ഒരു വട്ടമേശ ആയതുകൊണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. സർക്കിളിന് ചുറ്റും 5 പേർ ഇരിക്കുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ടേബിളിന് ചുറ്റുമായതുകൊണ്ട് എല്ലാവരും സെന്ററിലേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വലതുവശം എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നമ്മുടെ ഇടതുവശം എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് പോകുന്നത്. ഇനി എയുടെ വലതുവശത്ത് രണ്ടാമതായി ബി ഇരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം എയിനെ പ്ലേസ് ചെയ്യാം. എയിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വലതുവശത്ത് രണ്ടാമതായി, വലതുവശത്ത് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ രണ്ടാമതായി ബിയെ പൊസിഷൻ ചെയ്യുക. അപ്പോൾ ബി കിട്ടി. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ബിയുടെ ഇടതുവശത്ത് മൂന്നാമതായി സി ഇരിക്കുന്നു എന്നാണ്. ഇടതുവശമായതുകൊണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂന്നാമതായിട്ട് സി ഇരിക്കുന്നു. ഇനി സിയുടെ വലതുവശത്ത് രണ്ടാമതായി ഡി ഇരിക്കുന്നു. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ രണ്ടാമതായി ഡി ഇരിക്കുന്നു. ഡിയുടെ വലതുവശത്ത് രണ്ടാമതായി ഇയും ഇരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് എയുടെയും ബിയുടെയും ഇടയിലിരിക്കുന്നത് ആരെന്നാണ്. ഇവിടെ എയുടെയും ബിയുടെയും ഇടയിലിരിക്കുന്നത് ഡി ആണ്. സോ ഡി വിൽ ബി ദ ആൻസർ.